ഒരു 10 ദിവസത്തേക്ക് എന്തായാലും കച്ചവടം നടക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇപ്പോൾ ഇതൊരു വയനാട് പോവാണ്. ന്യൂബോണിന്റെ ഉണ്ട്, ന്യൂബോണ് ഫിക്സിൻ്റെത് കേട്ടോ. കാരണം അവിടെ ചെന്ന് തരംതിരിക്കുമ്പോൾ അവർക്ക് നമുക്ക് കൃത്യം ആൾക്കാർക്കാണ് കിട്ടണേ. ഏകദേശം പറഞ്ഞ ഒരു ഏരിയ കാലി വെളുപ്പിച്ചെടുത്തു എന്ന് പറയാം. ഇത് ഡെയിലി വേഴ്സ് അത് വേറെ വേറെ മാറ്റി. ചിലപ്പോൾ അടുത്ത ബോക്സിനകത്ത് കയറടാ ഒരുമിച്ച് ഇത് കയറിട്ട് അടയ്ക്കാൻ പറ്റില്ല. ന്യൂബോൺസ് ആണ്. ന്യൂബോൺസ് നമുക്ക് 1.5 വയസ്സ് 2 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഡ്രസ്സാണ് ഇത് മൊത്തം. ഇതെല്ലാം മെൻസിന് ഷർട്ടാണോ, ഇതെല്ലാം കുർത്തയാണ്. ലേഡീസിന് കുർത്തയുണ്ട്, പിന്നെ ലേഡീസിന് കുർത്തയുണ്ട്, ലേഡീസിന് സാരീസ് എൻ്റെ കൊടുത്ത് പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള ഇന്നർ ഗാർമെന്റ്സ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അതാണ് ഭയങ്കര ഷോർട്ടേജ്. അവർക്ക് അവിടെ കിട്ടാൻ പാടായിരിക്കും. നമ്മളെല്ലാം ഓരോ സെപ്പറേറ്റ് ആക്കുവാണെങ്കിൽ ഒരു വലിയ ലോറി വിളിച്ചാൽ ഇത് തീരത്തില്ല. ടീഷർട്ട് എല്ലാം നമ്മൾ ക്ലാസിക് പോളോയുടെ ടീഷർട്സ് ആണ്. ക്ലാസിക് പോളോയുടെ ഓട്ടോയുടെ ടീഷർട്സ് ഇതൊക്കെയാണ് ഇവിടുന്ന് കൊടുത്തു വിടുന്നത്. ഇത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ കിട്ടണം. എന്റെ വൈഫിനും എന്റെ കുഞ്ഞുങ്ങൾക്കും ഒരു ഡ്രസ്സ് വാങ്ങി വീട്ടിലേക്ക് പോകുന്നത് എങ്ങനെയായിരിക്കും? അവരുടെ കൈ കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷം ഉണ്ടായി. അതേ പ്രതീതിയോടെ ഞാൻ ഇവിടുന്ന് പൂർണ്ണ സംതൃപ്തിയോടെ ഇതുവരെ വയനാട്ടിലേക്ക് പോകുന്നു. പുതിയ ഓണത്തിന് വേണ്ടിയിട്ട് വന്ന പുതിയ ബന്ധുക്കളെ ഞങ്ങൾ പൊട്ടിച്ച് അതുപോലെ തന്നെ പൊട്ടിച്ച് ഞങ്ങൾ നമ്മുടെ മുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുള്ളി മുന്നിട്ട് നിൽക്കുന്ന ഒരു കാര്യം. ഹായ് നമസ്കാരം, കൊട്ടാരക്കര സ്റ്റൈൽ ആൻഡ് ഫാഷനിലാണ്. നമ്മളിപ്പോൾ വയനാട്ടിലേക്ക് പോവാണ്. അതിന്റെ പാക്കിംഗ് ആണ് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ കടയിൽ ഏകദേശം ഒക്കെ കാലിയായിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോപ്പീസ് പോലുള്ള ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത്. ഇവിടെ ബ്രാൻഡഡ് അല്ലാത്ത ഒരു സാധനമില്ല. ഷൈൻ എന്തായി പാക്കിംഗ് ഒക്കെ? ഒരു 2 മണി കൂടി തിരിക്കണമെന്ന് വിചാരിച്ച്. പക്ഷെ നമ്മൾ പറഞ്ഞു നമ്മുടെ വലിയ ബണ്ടിലുകളായി വന്ന് നമ്മൾ അടുക്കി റാക്കിലേക്ക് വെക്കുന്ന അത്ര എളുപ്പമല്ല റീപാക്കിംഗ്. കാരണം മറ്റേന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഫുൾ പാക്കായിട്ട് വരും, സീരീസ് ഉണ്ടാവും. നമ്മളത് കൗണ്ടറിലേക്ക് വെച്ച ശേഷം ഇതെല്ലാം ബോക്സുകളെല്ലാം കളയുക ചെയ്യും. ഞാൻ വന്ന് നോക്കുമ്പോൾ നല്ല അത്യാവശ്യം 1000 രൂപയുടെ പുറത്തുള്ള ഡ്രസ്സുകളൊക്കെയാണ്. സാരി എടുക്കുകയാണെങ്കിൽ തന്നെ ഇത് എന്താണ് ഇങ്ങനെ ഇത്രയും ഒരു വിലയുള്ള സാധനങ്ങൾ കൊടുക്കണമെന്ന് തോന്നാൻ കാരണം? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനത് അവർക്ക് നല്ല സാധനം കിട്ടണം.